കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് അലിവിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും ഒക്കെ നിറകുടമായിരുന്ന അമ്മ മാതാവേ, ഈ ജീവിത മാതൃക അനുകരിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ചേർന്ന് പാടാം. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. കനിവിൻ്റെ നിറവായ അമ്മേ, കനിവോടെ പ്രിയ മക്കളായ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ചേർത്ത് നിർത്തണമേ. അമ്മയുടെ വിമല ഹൃദയം അലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഒക്കെ നിറവാണല്ലോ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലും എളിമയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ വർത്തിക്കുവാൻ ഞങ്ങളിലുള്ള അഹംഭാവവും ഞാനെന്ന ഭാവവും സ്വാർത്ഥ ചിന്തകളും എല്ലാം മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, പ്രത്യേകമായി ഇന്ന് ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് നല്ലൊരു കുമ്പസാരത്തിനൊക്കെ ആയിട്ട് ഒരുങ്ങുമ്പോൾ അമ്മ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കണമേ. നമ്മുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്കും പ്രവേശിക്കാം. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ജീവിതത്തിലുടനീളം ചേർത്ത് വെച്ച പരിശുദ്ധ അമ്മേ, വചനം ശ്രവിക്കുവാനൊരുങ്ങുന്ന ഞങ്ങൾക്കായി അമ്മ പ്രിയസുതനോട് മാധ്യസ്ഥം യാചിക്കണമേ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ 12-ാം ദിനം, ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാന ദിവസം. ആദ്യത്തെ ഭാഗം 12 ദിനങ്ങൾ ഉൾച്ചേരുന്ന ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാന ദിവസം. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണിന്ന്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയിലേക്ക് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ എടുത്തു വയ്ക്കുന്ന
കൃപയുടെ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ. കഴിഞ്ഞ 11 ദിനങ്ങളിലൂടെ നാം പ്രാർത്ഥിച്ചൊരുങ്ങിയ ജീവിതത്തെക്കുറിച്ച് വചനത്തിൻ്റെ വിചിന്തനത്തിലൂടെ ദൈവം കാണിച്ചു തന്ന ആത്മീയ മേഖലയിലെ കുറവുകളെ, പോരായ്മകളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസം. അതാണല്ലോ ആരംഭ വചനം ഓർമ്മപ്പെടുത്തിയത്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. തമ്പുരാൻ്റെ ഈ വലിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പാപിയെ സ്നേഹിക്കുന്ന ദൈവം, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം ഇതാ എനിക്കും നിനക്കും വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണിന്ന്. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് അനുതാപത്തോടെ മനസ്തപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നീ മനസ്സ് കാണിക്കുമ്പോൾ ഇതാ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. നീ ഒരു സ്റ്റെപ്പ് തമ്പുരാൻ്റെ പക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് നീ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇതാ നിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു സ്നേഹനിധിയായ ദൈവം. ആ തമ്പുരാൻ കാത്തിരിക്കുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് ഞാനും നിങ്ങളും ഇന്ന് കടന്നു ചെല്ലണം. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അഭിഷേകം കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ മാലിന്യങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ഇന്ന് ചേർത്ത് വയ്ക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്ന അഭിഷേകമുള്ള ദിവസമായിന്ന്. നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ വിശുദ്ധീകരിക്കുന്ന ദിവസം. എനിക്കും നിനക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ പറയും, ദൈവ കരുണയുടെ സിംഹാസനമായ കുമ്പസാരക്കൂട്ടിൽ നിനക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, ഏറ്റവും ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ ഒരു കാരണമാണ് കുമ്പസാരം എന്ന കൂദാശ തന്നെ. കാരണം എൻ്റെ ജീവിതത്തെ തമ്പുരാൻ വിശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഓരോ കുമ്പസാരവും. അതിനാൽ തന്നെ ഏറ്റവും കൃപയൊഴുകുന്ന ഈ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ തിന്മയുടെ സ്വാധീനം പിശാച് വളരെ തന്ത്രപൂർവ്വം നമ്മൾ കണ്ടു. ഈ ദിവസങ്ങളിൽ സൂത്രക്കാരനാണ്, നുണയനാണ്, കെണി പോലെ കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക്. അവൻ നമ്മളെ ഇങ്ങനെ പറയും, അവൻ നമ്മളോട് ഇങ്ങനെ പറയും, ഇന്ന് കുമ്പസാരിക്കണ്ട. എന്നിട്ട് നമ്മുടെ കാതുകളിൽ ഇങ്ങനെ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തും, നീ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ലല്ലോ. ശരിയാ, നമ്മൾ ചിന്തിക്കും ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല. വീണ്ടും നമ്മളോട് പറയും, നീ വലിയ മാരക പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കും, ആണല്ലോ, ഞാൻ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ. പിശാച് വീണ്ടും പറയും, ഇന്ന് കുമ്പസാരിക്കണ്ട, നാളെ കുമ്പസാരിക്കാം. അവൻ ഒരിക്കലും പറയല്ല കുമ്പസാരിക്കണ്ട എന്ന് പറയല, നാളെ കുമ്പസാരിക്കാം. പ്രിയമുള്ളവരെ, ഈ നാളെ എന്നുള്ളത് അവനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. അതിനാൽ ഓർക്കണം, തമ്പുരാൻ നമുക്കായിട്ടൊരവസരം ഒരുക്കുമ്പോൾ തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയായിരുന്നു. നമ്മളത് മനസ്സിലാക്കി. ഇന്ന് തമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നീ നല്ലൊരു കുമ്പസാരം നടത്തണം. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന പിശാച് പറയും, ഇന്ന് കുമ്പസാരിക്കണ്ടെന്ന്. കാരണം പിശാചിനുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കൂദാശയ കുമ്പസാരം. അതിൻ്റെ കാരണം ഇതാ, വളരെ രസകരമാണ് അതിൻ്റെ കാരണം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പിശാച് അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അവൻ്റെ പുറകെ നടന്ന് പാപം ചെയ്യിപ്പിച്ച് ഇതാ നരകത്തിൻ്റെ വാതിൽക്കൽ കൊണ്ട് നിർത്തുമ്പോൾ ഇവനൊന്ന് അനുതപിച്ചാൽ എന്നാ കിട്ടും? ഇവനൊന്ന് അനുതപിച്ചാൽ ഇവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിച്ച് തമ്പുരാൻ ഇവനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകും. വചനത്തിൽ നാം കാണുന്നില്ലേ, നല്ല കള്ളൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം അവൻ തമ്പുരാനോട് പറയുകയാണ്, കൂടെ നിന്നിരുന്ന മറുവശത്തുണ്ടായിരുന്ന കള്ളൻ ദൈവത്തെ പരിഹസിച്ചപ്പോൾ അവൻ പറയുന്നു, നമ്മൾ ചെയ്തതിനുള്ള ശിക്ഷയാണല്ലോ ഇത്.
എന്നിട്ട് അവൻ ഈശോയോട് പറഞ്ഞു, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം പറുദീസ വരെ കട്ടെടുത്തവനവൻ. പറുദീസായുടെ സൗഭാഗ്യം വരേണ്ടല്ലോ, കട്ടെടുത്തവനോ. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, തമ്പുരാൻ്റെ സന്നിധിയിൽ നീ ഒന്ന് അനുദപിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരികെ നൽകുന്ന കുദാശയ കുമ്പസാരം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിശാച് നമ്മളെ അകറ്റും. ഇന്ന് വേണ്ട, പിന്നെ മതിയെന്ന് പറയും. നീ മാരകപാപം ചെയ്തിട്ടില്ല, ലഘുപാപമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. ഓർക്കണം കേട്ടോ, വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് ലഘുപാപത്തെക്കുറിച്ചും മാരകപാപത്തെക്കുറിച്ചും വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കൊച്ചുദാഹരണത്തിലൂടെയാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പറയുന്നു, നിങ്ങൾ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ പിടിക്കുക. ഒരു പ്രാവിൻ കുഞ്ഞിൻ്റെ കാലിൽ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അതിനെ കെട്ടിയിടുക. മറ്റേ പ്രാവിൻ്റെ കാലിൽ ഒരു ചൂണ്ടനൂല് കൊണ്ട് ബന്ധിച്ച് അതേ മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിടുക. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഏത് പ്രാവിനാ പറന്നുയരാൻ പറ്റുക? ഏത് പ്രാവിനാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ചൂണ്ടനൂല് കൊണ്ട് കെട്ടിയതല്ലേ? നമ്മളങ്ങനെ ചിന്തിക്കും. ഈ ചൂണ്ടനൂല് കൊണ്ട് കെട്ടിയ പ്രാവിന് എത്ര ദൂരം പറന്നുയരാൻ പറ്റും? ആ ചൂണ്ടനൂലിൻ്റെ നീളം എന്തോരമുണ്ടോ അത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റും. അല്ലാതെ സ്വതന്ത്രമായിട്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ ആ പ്രാവിന് സാധിക്കുകയില്ല. ഇനി ചങ്ങല കൊണ്ട് ബന്ധിച്ച പ്രാവിനാണെങ്കിൽ ഈ ചങ്ങലയുടെ ഭാരം നിമിത്തം അല്പം പോലും ദൂരം നടക്കാൻ പോലും പറ്റാതിരിക്കും. പക്ഷേ രണ്ടും കെട്ടപ്പെട്ട അവസ്ഥയാണ്, രണ്ടും ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. ആയതിനാൽ ലഘുപാപമായാലും മാരകപാപമായാലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതാണ്. ഇത് കെട്ടപ്പെട്ട അവസ്ഥയാണ്, ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. ആയതിനാൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും ഇതിൽ നിന്ന് വിമോചനം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ ലഘുപാപമാണെങ്കിലും മാരകപാപമാണെങ്കിലും ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അത് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ സ്നേഹത്തോടെ ദൈവമക്കളുടെ സ്ഥാനത്തിലേക്ക് നമ്മളെ വീണ്ടും കൈപിടിച്ചുയർത്തും. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് പാപിനിയായ സ്ത്രീയെ. ഇത് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് യഹൂദർ കൊണ്ടുവരുമ്പോൾ അവരിൽ നിന്നെല്ലാം ഈശോ അവളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഈശോ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. പാപിനിയായ സ്ത്രീയെ രക്ഷിക്കുന്നതോടൊപ്പം കടന്നു വന്ന യഹൂദ സമൂഹത്തെ മുഴുവനായിട്ട് ഇതാ ജീവിതത്തിൻ്റെ കുറവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈശോ അവർക്കൊരവസരമൊരുക്കുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, വചനത്തിൽ നാം കാണുന്നു, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി കല്ല് താഴെയിട്ടവർ തിരികെ പോയി. ഈ ദിനങ്ങളിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, നിന്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ദൈവം ഇന്നിതാ അതിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ ഈ പാപിനിയായ സ്ത്രീയോട് തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്, മകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പ്രിയമകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക. ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു, ഇനിമേൽ പാപം ചെയ്യരുത്. ഓരോ കുമ്പസാരത്തിലൂടെയും എൻ്റെയും നിങ്ങളുടെയും സ്നേഹനിധിയായ സ്വർഗീയ പിതാവ് ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാ, പ്രിയമകനെ പ്രിയമകളെ ഇനിമേൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ആ തമ്പുരാൻ്റെ സ്വരം കേൾക്കുവാനായി ഇതാ വിമല സങ്കേതം എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ദൈവമൊരുക്കുന്ന അവസരമാണ് ഇന്നത്തെ ദിനം. കുമ്പസാരിച്ചൊരുങ്ങണോട്ടോ പ്രിയമുള്ളവരെ. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തിയും ഇതുതന്നെയാണ്, നല്ലൊരു കുമ്പസാരം നടത്തണം. ഈ ദിവസങ്ങളിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു, നല്ലൊരു കുമ്പസാരം നടത്തി എൻ്റെ ജീവിതത്തെ വിശദീകരിക്കുവാൻ. അതിന് തടസ്സം നിൽക്കുന്ന പിശാചിന് തടസ്സം നിൽക്കും, യാതൊരു സംശയവുമില്ല. അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു തുറന്ന പുസ്തകം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് വലിയ ദൈവാനുഗ്രഹത്തിന്, വലിയ ദൈവിക ഇടപെടലിന് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം
ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ വചനം ഒന്നെടുത്തേ. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം. ഓർത്തിരിക്കേണ്ട വലിയൊരു കൃപയുടെ അഭിഷേകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് 23-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ. അതിൻ്റെ 2-ാം ഭാഗം തൊട്ടിങ്ങനെയാണ്: ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ നിന്നൊന്നും മറച്ചു വെച്ചേക്കരുത്. ഒരുപക്ഷെ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ, നീ കുമ്പസാരിക്കുന്ന അച്ഛൻ്റെ മുൻപിൽ നിനക്ക് പാപങ്ങൾ മറച്ചു വയ്ക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പാപം പോലും മറച്ചു വയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. തമ്പുരാൻ്റെ കണ്ണുകൾ സൂര്യൻ്റേതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്. സംശയമുള്ളവർ വായിച്ചു നോക്കിക്കോ. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം. ഒരിക്കലും ഈശോ നിന്നെ കുറ്റപ്പെടുത്തുന്നവനല്ല. നിൻ്റെ വീഴ്ചകളെ ഓർത്ത് നീ അനുദപിക്കുമ്പോൾ അതെല്ലാം ക്ഷമിച്ച് നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നവനാണ്. ആ തമ്പുരാൻ്റെ പക്കലേക്ക് നീ ഇന്ന് കുമ്പസാരത്തിനായിട്ട് പോകുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എപ്രകാരമായിരിക്കണമെന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ജീവിതത്തിലൂടെ. ഇതാ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന 2 വ്യക്തികൾ. നമുക്കറിയാം, സംഭവം നമുക്കറിയാം. ഫരിസേയൻ ഇതാ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്, താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ പാപിയായ മനുഷ്യൻ, ചുങ്കക്കാരൻ ഇതാ ദേവാലയത്തിൻ്റെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുക: ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ആ 2 പേരും ഭവനത്തിലേക്ക് തിരികെ പോയപ്പോൾ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവസന്നിധിയിൽ ഞാനൊരു പാപിയാണ് എന്ന തിരിച്ചറിവിൽ, ബോധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഞാൻ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷം തലശ്ശേരി രൂപതയിൽ ഇടവകയിലായിരിക്കുമ്പോൾ മെയ് മാസത്തിലെ കുട്ടികളുടെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടാണ്. പ്രിയമുള്ളവരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകർ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കി ഇവർ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേദിവസം കുമ്പസാരിക്കുകയാണ്. വികാരി അച്ഛനും ഞാനും 10-40ഓളം പിള്ളേരുണ്ട്. ഞങ്ങളവിടെ ഇരുന്ന് കുമ്പസാരിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആദ്യ കുമ്പസാരം ഒന്ന് ഓർത്ത് നോക്കിയേ. അമ്മയോടൊക്കെ പറഞ്ഞ്, അമ്മയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊച്ചു പേപ്പറിൽ എഴുതിയ കുറച്ച് പാപങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെല്ലണത്. ഈ ആദ്യ കുമ്പസാരത്തിൽ നമുക്ക് കുമ്പസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ആദ്യമായി കുമ്പസാരം നടത്തുമ്പോൾ ചില ടെൻഷനൊക്കെ ഉണ്ടാകും, അല്ലേ? പ്രിയമുള്ളവരെ, അന്ന് ഞാൻ കുമ്പസാരിപ്പിക്കാനിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ച കുഞ്ഞുങ്ങൾ, അവരിൽ ഒരു 3-4 പേരെങ്കിലും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കുമ്പസാരിക്കാനായിട്ട് നമ്മൾ ആദ്യം മുട്ടുകുത്തുമ്പോൾ പറയേണ്ട കാര്യം അവർ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. പിതാവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറയുന്നതിന് പകരം അവരിങ്ങനെ പറഞ്ഞു: പാപിയായ പിതാവേ, എൻ്റെ മേൽ കരുണയായിരിക്കണേ. പ്രിയമുള്ളവരെ, ഞാൻ കുമ്പസാരത്തിൻ്റെ ഇടയിൽ ഉപദേശമൊക്കെ കൊടുത്ത് പിള്ളേരോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ അടുത്ത പ്രാവശ്യം തൊട്ട് ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ആദ്യത്തെ കുമ്പസാരം ചെയ്യുന്നതല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷനൊക്കെ പേടിയൊക്കെ തോന്നിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം അവരെ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം കുമ്പിട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, നാളെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഈ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഇതാണ്: ഈ കൊച്ചു മക്കളുടെ അധരങ്ങളിലൂടെ തമ്പുരാൻ എൻ്റെ കാതിൽ പറഞ്ഞു, നീയും ഒരു പാപിയാ. ഈ മക്കളെ കുമ്പസാരിപ്പിച്ച നീയും ഒരു പാപിയാ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒത്തിരി കുറവുകളും വീഴ്ചകളും ഉള്ളവരാണ് ഞാനും നിങ്ങളും. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവം ഇരട്ടി കൃപകളാൽ, ഇരട്ടി അനുഗ്രഹങ്ങളാൽ നമ്മുടെ ജീവിതത്തെ പൊതിയുമെന്നതിൽ യാതൊരു സംശയമില്ല. കുമ്പസാരിക്കാനായി കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആദ്യത്തെ ചിന്ത ഇതാണ്: ദൈവമേ, ഞാനൊരു
പാപിയാണ്. ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. 51 സങ്കീർത്തനം അതൊന്ന് പ്രാർത്ഥിച്ച് ചൊല്ലിക്കൊണ്ടായിരിക്കണം കുമ്പസാരിക്കാനായിട്ട് കടന്നു പോകുന്നത്. ഒരുക്കത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന വലിയൊരു ദൈവിക കൃപാവരമുണ്ട്. കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വലിയൊരു ദൈവാനുഭവമാണ്. സങ്കടത്തോടെ കണ്ണുനീരോടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും തിരികെ പോകുന്നവരുടെ മുഖം, പ്രിയമുള്ളവരെ, അത് പ്രകാശപൂരിതമാണ്. നമുക്ക് തന്നെ അറിയാമല്ലേ, ഈശോയുടെ സന്നിധിയിൽ ഒത്തിരി വീഴ്ചകളും കുറവുകളും സംഭവിച്ച് അനുതാപത്തോടെ ഈ കുമ്പസാരക്കൂടിനെ സമീപിച്ച് അവിടെ നിന്നും തിരികെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു അനുഭവം സ്വന്തമാക്കുന്ന സമയമാണ് കുമ്പസാരം എന്നത്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമായതെല്ലാം നിൻ്റെ ദൈവം തിരികെ നൽകുന്ന സമയമാണ് കുമ്പസാരം. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഉപമയാണത്. പ്രിയമുള്ളവരെ, അവിടെ നാം കാണുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം ആ മകന് തിരികെ കൊടുക്കുന്ന ഒരു പിതാവിനെ. അവൻ്റെ വിരലിൽ മോതിരമണിയിക്കുന്നു, പാദങ്ങളിൽ ചെരുപ്പ്, അവന് മനോഹരമായ വസ്ത്രങ്ങൾ, അവന് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അവന് നഷ്ടമായോ, നഷ്ടമായതെല്ലാം തിരികെ നൽകി അവനെ വീണ്ടും ജീവിതത്തിലേക്ക്, വീണ്ടും പുതുജീവിതത്തിലേക്ക് നയിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് ഓരോ കുമ്പസാരവും എന്ന തിരിച്ചറിവോടെ പ്രിയമുള്ളവരെ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു വരണം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഈ കുമ്പസാരം എന്ന കൂദാശയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ സമർപ്പിക്കുക. പല കാരണങ്ങളാൽ കുമ്പസാരം എന്ന കൂദാശയിൽ നിന്നും വിട്ടു നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളൊരു കുമ്പസാരം അത്രത്തോളം ദൈവകൃപ നമുക്ക് നൽകുന്ന കൂദാശയാണ്. പലപ്പോഴും പൊട്ടയിലൊക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ പോലും ആളുകൾ കടന്നു വരുന്നുണ്ട്. 6 മണിക്ക് ശേഷം പോലും ചിലപ്പോൾ കടന്നു വരും. പക്ഷെ ഒന്ന് കുമ്പസാരിക്കണം. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇങ്ങനെ ഓടി കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ സങ്കടങ്ങളെ, ഭാരങ്ങളെ എടുത്തു മാറ്റുന്നു. ഒരു പുതിയ കാര്യം തുടങ്ങാനായിട്ട് പോകുമ്പോൾ അതൊരു ഉണർവാണ്. തമ്പുരാനോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കുമ്പസാരിച്ച് ജീവിതത്തെ ഒന്ന് വിശദീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവമക്കളുടെ അവകാശത്തിലേക്കും ദൈവമക്കളുടെ സ്ഥാനത്തിലേക്കും നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ് ഓരോ കുമ്പസാരവും. ഹോസിയ പ്രവചനം 14-ന്റെ 4-ാം തിരുവചനത്തിലൂടെ തമ്പുരാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. തമ്പുരാൻ്റെ സ്നേഹം ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങളാണ് ഓരോ കുമ്പസാരവും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. തമ്പുരാൻ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുമ്പോൾ ഇന്ന് സാധിക്കുമെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള സൗകര്യങ്ങളെ ഒന്ന് പ്രയോജനപ്പെടുത്തി നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ കൃപകളിലേക്ക് ദൈവം നമ്മളെ ചേർത്ത് വയ്ക്കും. പരിശുദ്ധ അമ്മ ഇതാ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ അതുതന്നെയാണ്. കുളി കഴിഞ്ഞ ഒരുവൻ്റെ പാദങ്ങൾ കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ മമദിസായിലൂടെ, കുമ്പസാരത്തിലൂടെ, മറ്റു കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ദൈവകൃപയിലേക്ക് കടന്നു വന്ന നമ്മളെ ഓരോരുത്തരെയും വീണ്ടും ഒന്ന് കഴുകുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ അതിനായിട്ട് സഹായിക്കുകയായിരുന്നു ഈ ദിനങ്ങളിലൂടെ. തുടർന്നുള്ള ദിനങ്ങളിലെ ശുശ്രൂഷയുടെ അഭിഷേകവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തമ്പുരാനു വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. തമ്പുരാൻ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം: എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ നഷ്ടമാക്കിയിരിക്കുന്നു, കൈവിടിഞ്ഞിരിക്കുന്നു. എവിടെ നിന്നാണ് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ് ആദ്യ സ്നേഹത്തിൻ്റെ നിറവിലേക്ക്. ഈ കുദാശയുടെ കൃപയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങളൊക്കെ ധ്യാനങ്ങളിൽ, പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലും പട്ടേലും ഡിവൈനിലൊക്കെ ധ്യാനങ്ങളിൽ കാണുന്ന വലിയൊരു അനുഗ്രഹം,
കുമ്പസാരത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവും ഒരു പുതു ചൈതന്യവും ഒരു പുത്തൻ അഭിഷേകവുമൊക്കെ ഒത്തിരി പേരിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുമ്പസാരം എന്ന കൂദാശ അത് ഏറ്റവും കൃപയിലാണ്, ഏറ്റവും കൃപയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ്. അതുകൊണ്ട് ഇന്നെല്ലാവരും നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവ കൃപയുടെ ദിവസങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെക്കുറിച്ചും അനുതപിച്ച് തമ്പുരാനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിൻ്റെ ദൈവം നിനക്ക് തിരികെ നൽകും. ആ ഒരു ഉറപ്പോടെ ബോധ്യത്തോടെ നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുവാൻ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗപൂജ്യം. എഴുന്നള്ളും എല്ലാവരും ചേർന്ന് പാടാം. ആരാധിച്ചുകൊണ്ട് ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. സർവ്വപാടി ആരാധിച്ചുകൊണ്ട് നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നവനെ, ഞങ്ങൾ
ഈശോയെ സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. അല്പസ്വരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് യാചന രൂപത്തിൽ പിടിച്ച് സ്വയേ നന്ദി ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനെ നന്ദി ആരാധന. പിതാവേ നന്ദി. ത്രിത്വൈക ദൈവമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപങ്ങളെ വെറുത്ത് പാപികളായി ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി സാധിക്കുന്നവരെല്ലാം ഈ ആരാധനയുടെ സമയത്ത് ആരോഗ്യം അനുവദിക്കുന്നവർ അല്പൊരു ത്യാഗമുണ്ട്. മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ 12 ദിനങ്ങളിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ 12 ദിനങ്ങളിലൂടെ വിമല സങ്കേതം ആരംഭഘട്ടം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഏറ്റവും കൃപയുള്ള ദിവസമാണിന്ന്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് ഈശോയുടെ സന്നിധിയിൽ അനുതാപത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തുന്ന ദിവസം. ലോകാരൂപിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസം. കരങ്ങൾ കുപ്പി തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ ദിനങ്ങളിലൂടെയൊക്കെ ഈശോ നമ്മളെ കാണിച്ചു തന്നു. ഏതെല്ലാം മേഖലകളിൽ എനിക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് അനുദപിച്ച് ഇന്ന് നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം ഓർമ്മയുണ്ടല്ലോ. കുമ്പസാരത്തിന് അകന്നു നിൽക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ നല്ലൊരു കുമ്പസാരം ഇന്ന് നടത്താൻ എന്നെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും അങ്ങ് അനുവദിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുമ്പോൾ നല്ല കുമ്പസാരത്തിന് നമ്മളൊന്ന് ഒരുങ്ങുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈശോയുടെ ദിവികാരുണ്യ സന്നിധിയിൽ നിന്ന് അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈശോ നല്ലൊരു കുമ്പസാരം നടത്തുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞിട്ട് എത്ര നാളായി? അവസാനത്തെ കുമ്പസാരം കഴിഞ്ഞ് ചിലപ്പോൾ ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം, ചിലപ്പോൾ അത് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാകാം. ഈശോയുടെ സന്നിധിയിലാന്ന് ഓർത്തെ ഇത്ര നാളുകളായി ഞാൻ കുമ്പസാരിച്ചിട്ട്. ഈശോയെ നല്ലൊരു കുമ്പസാരം ഇന്ന് നടത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ഈശോയുടെ സന്നിധിയിൽ നമുക്കൊന്ന് മാപ്പപേക്ഷിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി പാപം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത്. ആദ്യത്തെ 3 കൽപ്പനകൾ, ഞാനും എൻ്റെ തമ്പുരാനുമായിട്ടുള്ള ബന്ധം, എൻ്റെ കുദാശകളുടെ സ്വീകരണങ്ങൾ, എൻ്റെ അനുദിന കുടുംബ പ്രാർത്ഥന, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, എൻ്റെ വചന വായന, ഇതിനൊക്കെ ഞാൻ എന്തോരം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർത്താവേ, പാപിയായ എൻ്റെ മേലെ കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. തമ്പുരാൻ്റെ സന്നിധിയിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുകളെ, വീഴ്ചകളെ, പോരായ്മകളെ എല്ലാം അകറ്റുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമുക്കറിയാവുന്ന ഈരടി ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് പാടിക്കേ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാപിയാണ് ഞാൻ നാഥാ, പാപിയാണ്. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ചേർന്ന് പാടട്ടെ എല്ലാവരും. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, തമ്പുരാനെ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ 4ാമത്തെ കൽപ്പന, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. ഒരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മനസ്സിലൊന്നോർക്കാം. ഞാനും നിങ്ങളും ഈ നിമിഷം
ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവഹിതത്തോട് ചേർന്നിരുന്ന എൻ്റെ അപ്പനും അമ്മയും ഉള്ളതുകൊണ്ട്. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും ദൈവം നൽകിയൊരു അനുഗ്രഹം. ഞാനൊരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അറിയാമല്ലോ, എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവൃത്തികളോ ഒരിക്കലും എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ കണ്ണുനീര് വീഴ്ത്താൻ ഇടയായേക്കരുത്. പ്രിയമുള്ളവരെ, ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് മാതാപിതാക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ ജീവിക്കുവാണെങ്കിൽ അഭിമാനമായിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും നല്ല മകനായി മകളായി ജീവിക്കും. മക്കളൊക്കെ ഒന്ന് ഓർത്തോട്ടോ, പപ്പയോടും അമ്മയോടും പറയാൻ പാടില്ലാത്തതൊന്നും മക്കളെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. കാരണം അവർ മക്കളൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് പ്രാർത്ഥിപ്പിച്ചേ. മാതാപിതാക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം. അവരെ ഒന്ന് ഒറ്റയ്ക്കാക്കിയേക്കല്ലോ കേട്ടോ. ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, അവരൊക്കെ ചേർത്ത് നിർത്തണം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ സന്നദ്ധയിൽ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ചേർന്ന് പാടുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടുന്നു. കരുണ തോന്നണേ നാഥ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിന്റെ കരുണ എന്നിലേക്ക് ചൊരിയണമേ. കരുണ തോന്നണേ, അലിവു തോന്നണേ. വിശദീകരിക്കണേ നാഥ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. തുടർന്നുള്ള കൽപ്പനകൾ: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. ഞാനും എൻ്റെ വ്യക്തി ജീവിതവുമായിട്ടുള്ള ബന്ധം, ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം കുടികൊള്ളുന്ന എൻ്റെ ആലയം, അതെൻ്റെ ശരീരമാണ്. തിന്മയുടെ മേഖലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മേഖലകളിൽ വിള്ളലുകൾ, വീഴ്ചകൾ, പോരായ്മകൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് വിശുദ്ധീകരിക്കുന്ന ദിവസം ഇന്ന്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ ലോകത്തിൻ്റെതായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഈശോ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസം. കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിക്കെതിരായിട്ട് പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, മോശമായത് കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, തെറ്റായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാവിൻ്റെ ദുരുപയോഗം ആരുടെയെങ്കിലും ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക്, വേദനയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, അബോർഷൻ എന്ന പാപമൊക്കെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും മാപ്പപേക്ഷിക്കട്ടെ. ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തതകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മാപ്പപേക്ഷിക്കട്ടെ. ജീവിതാന്തസ്സിന് നിരക്കാത്ത തിന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കട്ടെ. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, കള്ളസാക്ഷ്യങ്ങൾ, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വടസന്നതിലും മാപ്പപേക്ഷിച്ച് ഇരുകരങ്ങളും നീട്ടി യാചനാപൂർവം പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എൻ്റെ ഈ പാപത്തിൻ്റെ മേഖലകളിലെ വിശുദ്ധീകരിക്കുവാൻ നീ നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയായ ജീവിതത്തെ പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ കുപ്പി ഈശോയെ നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തി, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും രക്തവർണ്ണമാണെങ്കിലും തുമഞ്ഞ പോലെ ഞാൻ വെണ്മയുള്ളതാക്കാം. വിശുദ്ധീകരിക്കുന്ന നിന്റെ ജീവിതത്തെ
കർത്താവേ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. പാപിയായ എൻ്റെ മേലെ കരുണയായിരിക്കണമേ. നല്ലൊരു കുമ്പസാരത്തിനൊരുങ്ങുമ്പോൾ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട്. സങ്കീർത്തനം 51 അധ്യായം. ദൈവസന്നിധിയിൽ പാപമോചനത്തിനായി ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ധാന ഭാഗങ്ങൾ ഈ നിമിഷം നമ്മളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വിശദീകരിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യീശോയേ, ദിവ്യകാരുണ്യീശോയേ, എല്ലാവരും ദിവ്യകാരുണ്യീശോയേ, ദിവ്യകാരുണ്യീശോയേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. എന്നെ ഒരു പുതു സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പ്രിയ മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും നീട്ടി ചേർന്ന് പാടുന്നു. തിരുരക്തത്താൽ നാഥ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എന്നെ പൂർണ്ണമായി. പാടിക്കുക ആഗ്രഹത്തോടെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എന്നെ പൂർണ്ണമായി. ഇരുകരങ്ങളും ശിരസോടൊന്ന് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും ശിരസോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, കർത്താവേ, എൻ്റെ ശിരസ്സിനെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ബുദ്ധിയെ നീ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളോ, എൻ്റെ ബുദ്ധിപരമായി ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കുന്നു. കർത്താവേ, അതിനപ്പുറത്താണല്ലോ നിൻ്റെ സാന്നിധ്യം. എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ശിരസ്സിനെ നാഥ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ. തിരുരക്തത്താൽ നാഥ എൻ്റെ ശിരസ്സിനെ കഴുകണമേ. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എൻ്റെ ശിരസ്സിനെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ. തിരുനാഥ എൻ്റെ ശിരസ്സിനെ. ഇരുകരങ്ങളും കണ്ണുകളോട് ചേർത്ത് വയ്ക്കുക. നല്ലത് കാണുവാൻ ഈശോ നൽകിയ കണ്ണുകൾ. സുശേഷത്തിൽ നാം കാണുന്നു, ഈശോ ഒരു അന്ധൻ്റെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തുന്നു. അവനോട് ചോദിച്ചു, മകനെ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവ വൃക്ഷങ്ങളെ പോലെ, മരങ്ങളെ പോലെ ഇരിക്കുന്നു. ഈശോ വീണ്ടും അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചു. അവൻ പൂർണ്ണമായി കാഴ്ചയുള്ളവനായി. കർത്താവേ, എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. പലപ്പോഴും എൻ്റെ കാഴ്ചകൾ നല്ലതല്ല, പൂർണ്ണമായ അറിവില്ലാത്ത കാഴ്ചകളാണ്.
പകുതി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പലപ്പോഴും ഒത്തിരി വഴക്കുകൾക്ക്, അസ്വസ്ഥതകൾക്ക് അത് കാരണമാകുന്നു. നല്ല കാഴ്ച നൽകി, നല്ല കാഴ്ചപ്പാടുകൾ നൽകി അനുഗ്രഹിക്കണമേ. മോശമായത് ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവമേ, നീ ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടുന്നു, നാഥാ തിരുരക്തത്താൽ എൻ്റെ കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ കണ്ണുകളെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ കണ്ണുകളെ. ഇരുകരങ്ങളും കാതുകളോടൊന്ന് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവം നൽകിയ കാതുകൾ. കർത്താവേ, മോശമായത് കേൾക്കുന്ന ഒരു ശീലം എനിക്കുണ്ടോ? കുറ്റം പറയുന്നത് കേൾക്കുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരു ശീലം. നല്ലത് കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവമഹത്വം കേൾക്കുവാൻ എൻ്റെ കാതുകളെ നീ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടുന്നു, കർത്താവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ കാതുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ നാഥ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ കാതുകളെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ കാതുകളെ. ഇരുകരങ്ങളും ചുണ്ടോടൊന്ന് ചേർത്ത് വയ്ക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ സംഭവിക്കുന്നത് എൻ്റെ നാവ് കൊണ്ട്. നല്ലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടുന്നു, കോപത്തോടെ സംസാരിക്കുന്നു, മോശമായ രീതിയിൽ സംസാരിക്കുന്നു. പ്രവാചകനെ പോലെ ഞാനും പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. കർത്താവെ, തീക്കനൽ കൊണ്ട് എൻ്റെ നാവിനെ നീ സ്പർശിക്കണമേ. നല്ലത് പറയുവാൻ, നന്മയായത് പറയുവാൻ, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുവാൻ, നുണ പറയുന്ന ശീലങ്ങളിൽ നിന്ന്, കള്ളത്തരം പറയുന്ന ശീലങ്ങളിൽ നിന്ന്, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സംസാരങ്ങളിൽ നിന്ന്, ദുഷിച്ച സംസാരങ്ങളിൽ നിന്ന് എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ അധരത്തെ തിരുരക്തത്താൽ കഴുകണമേ നാഥാ, വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ അധരത്തെ. ചേർന്ന് പാടട്ടെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ അധരത്തെ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കട്ടെ. വചനം ഓർമ്മപ്പെടുത്തുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നല്ലത് ചിന്തിക്കുവാൻ കർത്താവ് എൻ്റെ ഹൃദയത്തെ നീ ഒരുക്കണമേ. തെറ്റായ എല്ലാ ചിന്തകളിൽ നിന്ന് എൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ഒരു ജീവിതത്തിന് എന്നെ ഉടമയാക്കണമേ. എൻ്റെ ഹൃദയത്തെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ ഹൃദയത്തെ. പഠിക്കെല്ലാവരും. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എൻ്റെ ഹൃദയത്തെ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം. കർത്താവിൻ്റെ ശരീരത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ നന്മയായത് പ്രവർത്തിക്കുവാൻ, നന്മയുടെ പാതയിൽ ചരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പൊന്നുതമ്പുരാനെ കഴുകി വിശുദ്ധീകരിക്കണം. എല്ലാവരും ചേർന്ന് ആഗ്രഹത്തോടെ സ്വരമുയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. തിരുരക്താഭിഷേകം നമ്മളിൽ പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടി. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എന്നെ പൂർണ്ണമായി. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥാ എന്നെ. ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്ന്, തഴക്കത
ദോഷങ്ങളിൽ നിന്ന്, ആവർത്തിച്ച് ചെയ്യുന്ന തിന്മകളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, വീണ്ടും വീണ്ടും ഞാൻ വീണു പോകുന്ന പാപത്തിന്റെ മേഖലകളിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്ന് കർത്താവ് എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന്, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാവരും ഏതെല്ലാം മേഖലകളിൽ നിന്നാണോ വിടുതലും മോചനം ആഗ്രഹിക്കുന്നത് ആ മേഖലകളെല്ലാം സമർപ്പിക്കട്ടെ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം ഞാൻ ആയിരിക്കുന്നതിന്റെ ജീവിത മേഖല വിശുദ്ധീകരിക്കണമേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം ഉണ്ടാവട്ടെ. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കുപ്പിപ്പിടിച്ച് സ്വയം നോക്കിക്കേ. തമ്പുരാന്റെ തിരുരക്താഭിഷേകം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ആ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം കുമ്പസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം, പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർ, സ്വയം നല്ലൊരു കുമ്പസാരം നടത്തുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് കുമ്പസാരം എന്ന കുദാശയിൽ നിന്നും വിട്ടു നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തുക. ഈ 12 ദിനങ്ങളിലെ ശുശ്രൂഷ ഇന്ന് ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ 12ാം ദിനത്തിൽ കർത്താവിൻ്റെ കൃപയിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കുമ്പസാരം നടത്തുക. ലോകാരൂപിയിൽ നിന്നും പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയും അത് തന്നെയാണ്, നല്ലൊരു കുമ്പസാരം. ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെയൊക്കെ അച്ഛൻ മനസ്സിൽ ഓർക്കുന്നു, സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഭവനങ്ങളിൽ കുമ്പസാരമില്ലാതെ ആയിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദിവികാരുണ്യ സാന്നിധ്യത്തിലേക്ക് നിയോഗങ്ങളെയൊക്കെ ചേർത്ത് വയ്ക്കുകയാണ്. മാനസാന്തരത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബ വഴക്കുകളെ തീർക്കുവാനായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗമുണ്ട്. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുകയാണ്. മദ്യപാനത്തിൽ നിന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നൊക്കെയുള്ള വിടുതൽ, മോചനം, കുടുംബ തർക്കങ്ങൾ, അസ്വസ്ഥതകളെല്ലാം കർത്താവെ സമർപ്പിക്കുക. പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കട്ടെ. ഈ വിമല സങ്കേതം വലിയൊരു അഭിഷേകമാകുവാൻ, ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തെ ദൈവകൃപയിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും നല്ലൊരു കുമ്പസാരം നടത്തുവാൻ, എവിടെ ഇരുന്ന് ശുശ്രൂഷ കൂടുന്നുവോ നല്ലൊരു കുമ്പസാരം നടത്തുവാനുള്ള വലിയൊരു തുറവയുള്ള മനസ്സ്, ഒരു അഭിഷേകം, ഒരു പുത്തനുണർവ് തമ്പുരാൻ മാടി വിളിക്കുന്നു. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം, തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാം. ആ പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ ദിവികാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരമായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി: കുമ്പസാരത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.